നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ഫെബ്രുവരി 12, 13, 14 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കിയാണ് ഇതിൽ പറയാൻ ശ്രമിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ഫെബ്രുവരി 12 ഉച്ചയ്ക്ക് 1:42 PM മുതൽ ഫെബ്രുവരി 15 വെളുപ്പിന് അർദ്ധരാത്രി കഴിഞ്ഞിട്ട് 12:42 AM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. ആദ്യം നമുക്ക് രാഹുകാലം നോക്കാം. ഓക്കെ, കാര്യം ഈ രാഹുകാലം പൊതുവെ കറക്റ്റ് ടൈമിംഗ് അല്ല നമ്മുടെ കലണ്ടറിലൊക്കെ കൊടുക്കുന്നത്. അവർ വലിയ ടെക്നോളജിയൊക്കെ വെച്ച് അച്ചടിച്ചൊക്കെയാണ്, പക്ഷെ സംഭവം കംപ്ലീറ്റ് തെറ്റാണ്, തെറ്റാണ്. ഓക്കെ, അപ്പോൾ അത് ഫെബ്രുവരി 12 രാഹുകാലം നമുക്ക് നോക്കാം. ഫെബ്രുവരി 12 എന്ന് പറയുമ്പോൾ വ്യാഴാഴ്ച. കലണ്ടറിൽ കിടക്കുന്നത് ഫെബ്രുവരി 12 വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:30 PM മുതൽ 3 PM വരെയാണ്. പക്ഷേ ഇത് തെറ്റാണ്. ഓക്കെ, കറക്റ്റ് രാഹുകാലം എന്ന് പറയുന്നത് ഫെബ്രുവരി 12 വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:08 PM മുതൽ 3:35 PM വരെയാണ്. ഏകദേശം 35 മിനിറ്റിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ 13 കലണ്ടറിൽ കൊടുത്തേക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ 10:30 AM മുതൽ 12 മണി വരെയാണ്. ഓക്കെ, അതും തെറ്റാണ്. 13 വെള്ളിയാഴ്ച രാവിലെ 11:13 AM മുതൽ ഉച്ചയ്ക്ക് 12:41 PM വരെയാണ് 13 രാഹുകാലം. 14 ശനിയാഴ്ച കലണ്ടറിൽ കൊടുത്തേക്കുന്ന രാഹുകാലം 9 മണി തൊട്ട് 10:30 വരെയാണ്. ഓക്കെ, ശരിക്കുള്ള രാഹുകാലം 14 ശനിയാഴ്ച രാവിലെ 9:46 AM മുതൽ രാവിലെ 11:13 AM വരെയാണ് രാഹുകാലം 14 ശനിയാഴ്ച. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിരവധി കാലങ്ങളും സമയങ്ങളും മുഹൂർത്തങ്ങളും ഒക്കെ ഉണ്ട്. അതെല്ലാം കൂടെ നമ്മൾ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ചുരുക്കി പറയാനാണ് ശ്രമിക്കുന്നത്. എന്തായാലും ഈ രാഹുകാലത്ത് നമ്മൾ യാത്രകൾ ഒഴിവാക്കുക, പിന്നെ പറ്റുമെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. ഈ സമയങ്ങളിൽ കലണ്ടറിൽ പറഞ്ഞേക്കുന്ന സമയമല്ല, വെളിച്ചം ചാനലിൽ പറഞ്ഞേക്കുന്ന സമയം വെച്ച് വേണം നിങ്ങൾ രാഹുകാലമൊക്കെ കണക്കാക്കാൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പറഞ്ഞു തരുന്നതിന് ഞങ്ങൾക്ക് ദക്ഷിണയ്ക്ക് പകരമായിട്ട് ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. 2 ദിവസം കൂടുമ്പോൾ ഞങ്ങൾ ഈ ദിനഫലങ്ങൾ അഥവാ രാശിഫലങ്ങൾ ഇടുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ബ്രഹ്മമുഹൂർത്തം നോക്കാം. ബ്രഹ്മമുഹൂർത്തം 12, 13, 14 തീയതികളിൽ രാവിലെ 5:15 AM മുതൽ 6:03 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം. 12, 13, 14 തീയതികളിൽ. ഇനി അഭിജിത്ത് മുഹൂർത്തം 12, 13, 14 തീയതികളിൽ ഉച്ചയ്ക്ക് 12:17 PM മുതൽ ഉച്ചയ്ക്ക് 1:04 PM വരെയാണ് അഭിജിത്ത് മുഹൂർത്തം. 12, 13, 14 തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നല്ല മുഹൂർത്തങ്ങളാണ്. അതുപോലെ ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്കും ക്ഷേത്ര ദർശനത്തിനും പ്രാധാന്യം നൽകുക. ഇനി നമുക്ക് ഈ ദിവസങ്ങളിലെ ഭാഗ്യ നമ്പറുകൾ നോക്കാം. 12/2/2026 6 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 3, 2, 1, 9, 0 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 13 13/2/2026 7 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 4, 3, 1, 9, 2 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 14/2/2026 8 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 5,
4, 1, 9, 2 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇനി നമുക്ക് ഭാഗ്യ നിറങ്ങൾ നോക്കാം ഈ ദിവസങ്ങളിൽ. 12-ാം തീയതി വ്യാഴാഴ്ച മഞ്ഞ, 13-ാം തീയതി വെള്ളിയാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ വെള്ള, 14-ാം തീയതി ശനിയാഴ്ച കറുപ്പ് അല്ലെങ്കിൽ നീല, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാകുന്നതാണ്. ഇനി നമുക്ക് ഓരോ രാശിക്കാരുടെ കാര്യം നോക്കാം. 12 രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നതാണ്. വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ മതി, ഫോൺ വിളിക്കരുത്. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ഓക്കെ, ആദ്യം മേടം രാശി, അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം. മേടം രാശിക്ക് അന്നത്തെ ദിവസം, ഈ ദിവസങ്ങളിൽ നല്ല ദിവസങ്ങളാണ്, ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ശനി മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്, ഡയറക്റ്റായിട്ട്. അപ്പോൾ ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത്. ഓക്കെ, ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ശോഭിക്കും. നിയമപരമായ പ്രശ്നങ്ങളിൽ നിന്ന് അനുകൂലമായ മാറ്റങ്ങളുണ്ടാവും. മകരമാസം മുഴുവൻ ഇവർക്ക് ഇതിപ്പോൾ ഈ 13-ാം തീയതി സൂര്യൻ മാറുന്നു. ഫെബ്രുവരി 13 രാവിലെ വെളുപ്പിന് 4:06 AM. ഓക്കെ, അപ്പോൾ ഇവർക്ക് 13-ാം തീയതി തൊട്ട് തൊഴിൽ ഭാഗ്യമില്ല. അപ്പോൾ 12-ാം തീയതി നിങ്ങൾ തൊഴിൽപരമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാൻ ശ്രമിക്കാം, മേടം രാശിക്കാർ. ഓക്കെ, പിന്നെ ഇവർക്ക് 12-ാം തീയതി വരെ പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ പ്രതീക്ഷിക്കാം. പിന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരം ഉണ്ടാവും. മേടം രാശിക്ക് ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. പ്രത്യേകിച്ച് 12-ാം തീയതി, 13-ാം തീയതി, 14-ാം തീയതി സൂര്യൻ പ്രതികൂലമായിട്ട് വരികയാണ്. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം 12-ാം തീയതി ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. ഇനി ഇടവൻ രാശി, കാർത്തിക അവസാന 3 പാദം, രോഹിണി മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ക്ഷമിക്കണം, മേടം രാശിക്ക് 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് സൂര്യൻ വരുന്നത്. അപ്പോൾ കുംഭമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ഭാഗ്യം, സന്താന നേട്ടം, പിതൃഗുണം ഇതെല്ലാം ലഭിക്കും. പിതൃസ്വത്ത് ലഭിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇടവൻ രാശി ആകുമ്പോൾ ഞാൻ പറഞ്ഞു, അവർക്ക് 10-ാം ഭാവത്തിൽ കർമ്മഭാവത്തിലാണ് സൂര്യൻ വരുന്നത്. 13-ാം തീയതി രാവിലെ 4 മണി തൊട്ട്. അപ്പോൾ ഇവർക്ക് ഇടവൻ രാശിക്ക് കുംഭം, മീനം മാസങ്ങളിൽ ഇവർക്ക് തൊഴിൽപരമായിട്ട് നേട്ടം, പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ ലഭിക്കും. അപ്പോൾ ഇവർക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് വരുന്നത്. കാരണം കാര്യമായ പ്രതികൂലമായ നക്ഷത്രങ്ങളൊന്നും തന്നെയില്ല. അതേസമയം ശനിയും വ്യാഴവും ബുധനും, പിന്നെ ഇവിടെ 10-ാം ഭാവത്തിൽ കർമ്മഭാവത്തിൽ 13-ാം തീയതി തൊട്ട് സൂര്യനും അനുകൂലമായിട്ട് വരുന്നു. അപ്പോൾ ഇവർക്ക് ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. കൂടാതെ ഇവർ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കും. സാങ്കേതിക മികവ് കൊണ്ട് ഇവർക്ക് നേട്ടമുണ്ടാവും. സർവവിധ സൗഭാഗ്യം, ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. കൂടാതെ
ഭൗതിക സുഖങ്ങൾ ഇവയൊക്കെ ലഭിക്കും. ഇടവൻ രാശിക്ക് ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. സൂര്യൻ മാറുന്നത് അനുകൂലമായിട്ടാണ് 10ാം ഭാവത്തിൽ. അതായത് കുംഭം മീനം മാസങ്ങളിൽ ഇവർക്ക് ഇടവൻ രാശിക്ക് തൊഴിൽ ലാഭം, സന്താന ഗുണം, പിതൃഗുണം ഇവയൊക്കെ അനുഭവപ്പെടും. ഇനി മിഥുനം രാശി. മകയിരം അവസാന 2 പാദം, തിരുവാതിര പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. അപ്പോൾ ഇവർക്ക് അഷ്ടമത്തിൽ നിൽക്കുന്ന സൂര്യൻ 13ാം തീയതി ഗുണദോഷ സമ്മിശ്രമായിട്ട് മാറുന്നു. അപ്പോൾ കുറച്ച് ബെറ്ററായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. ഇവർക്ക് ചെറിയ രീതിയിൽ ഭാഗ്യപരീക്ഷകളിൽ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഭൗതിക സുഖങ്ങൾ. എങ്കിലും പൊതുവെ ഇവർക്ക് ശനി, വ്യാഴം, സൂര്യൻ ശനി ഇവയൊക്കെ 12ാം തീയതി ഡയറക്റ്റ് പ്രതികൂലമാണ്. സൂര്യൻ ഗുണദോഷ സമ്മിശ്രമായിട്ട് 13ാം തീയതി തൊട്ട് മാറുന്നു. എങ്കിലും നമ്മൾ ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. പൊതുവെ മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഈ ദിവസങ്ങൾ. ഇനി കർക്കിടകം രാശി. പുണർദം അവസാന പാദം, പൂയ ആയില്യം. ഇവർക്ക് സൂര്യൻ പ്രതികൂലമാണ് ഈ 3 ദിവസവും. കാര്യം അവർക്ക് അഷ്ടമത്തിൽ സൂര്യൻ വരികയാണ് കർക്കിടകം രാശിക്ക് 13ാം തീയതി തൊട്ട്. ഓക്കെ. എങ്കിലും 7ാം ഭാവത്തിലും സൂര്യൻ പ്രതികൂലം തന്നെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ, ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമൊക്കെ തന്നെയാണ്. എങ്കിലും ഈ സൂര്യൻ അഷ്ടമത്തിലൊക്കെ മാറുമ്പോൾ 13ാം തീയതി 14ാം തീയതി ഇവർക്ക് അല്പം ശാരീരിക മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാവാം. ശിവക്ഷേത്രത്തിൽ അഭയം പ്രാപിക്കാം. എങ്കിലും ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ഉയർച്ച ഉണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവും ഉണ്ടാവും. എങ്കിലും പൊതുവെ അത്യാവശ്യം പിന്നെ ആകെയുള്ളൊരു നേട്ടം എന്ന് പറഞ്ഞാൽ ശനി 9ാം ഭാവത്തിൽ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അത്രയും ആശ്വാസത ഇവർക്കുണ്ട്. എങ്കിലും പൊതുവെ നമുക്ക് ഗുണദോഷ സമ്മിശ്രമെന്ന് കർക്കിടകം രാശിയുടെ ഫലത്തെ വിലയിരുത്താം. ഇനി ചിങ്ങം രാശി. മകം, പൂര, ഉത്രം ആദ്യപാദം. 13ാം തീയതി സൂര്യൻ ഇവർക്ക് പ്രതികൂലമായിട്ട് 7ാം ഭാവത്തിൽ വരുന്നു. ഓക്കെ. 7ാം ഭാവത്തിൽ സർപ്പവുമുണ്ട്, ബുധനുമുണ്ട്. ഓക്കെ. അപ്പോൾ ഇവർക്ക് ഈ ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാവാം. അല്ലെങ്കിൽ ജീവിത പങ്കാളിയായിട്ടുള്ള ഇടപെടലിൽ, ബന്ധങ്ങളിൽ ചെറിയ വിള്ളലുകളൊക്കെ ഉണ്ടാവാം. അത് വിവേകപൂർവം പരിഹരിക്കാം. ഒരു ശനിയാഴ്ച അഷ്ടമശനി തുടരുകയാണ്. അപ്പോൾ ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക. ഇവർക്ക് 12ാം തീയതി സൂര്യൻ അനുകൂലമാണെങ്കിൽ 13ാം തീയതി തൊട്ട് പ്രതികൂലമാവുകയാണ്. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ 12ാം തീയതി തന്നെ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. എങ്കിലും ഇവർക്ക് വ്യാഴം 11ാം ഭാവത്തിൽ നിൽക്കുന്നു. 6ാം ഭാവത്തിൽ ചൊവ്വയും അനുകൂലമാണ്. അപ്പോൾ ഇവർക്ക് ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും. പിന്നെ രാഷ്ട്രീയ രംഗത്തുമൊക്കെ ശോഭിക്കാനുള്ള സാധ്യത.
സർവവിധ സൗഭാഗ്യം, ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. പൊതുവെ ചിങ്ങൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഓക്കെ, ഇനി കന്നിരാശി. ഉത്രം അവസാന 3 പാദം, ആത്തം ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് സൂര്യൻ അനുകൂലമായിട്ട് വരുന്നു. ഓക്കെ, 6-ാം ഭാവത്തിൽ അനുകൂലമായിട്ടാണ് കന്നിരാശിക്ക് വരുന്നത്. അപ്പോൾ ഈ കുംഭമാസം മുഴുവൻ 13-ാം തീയതി തൊട്ട് ഇവർക്ക് തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ബൗദ്ധിക രംഗങ്ങളിൽ നേട്ടമുണ്ടാവും. ഭാഗ്യപരീക്ഷകളിൽ ചെറിയ സാധ്യതയുണ്ട്. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇനി തുലാം രാശി. ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് 5-ാം ഭാവത്തിലേക്കാണ് സൂര്യൻ വരുന്നത്. അത് കുറച്ച് ബെറ്ററാണ്. കുറച്ച് നേട്ടങ്ങളൊക്കെ ഉണ്ടാവും, എങ്കിലും കാര്യമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കേണ്ട. പക്ഷേ അത് മീനമാസത്തിൽ സൂര്യൻ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും. അപ്പോൾ നമുക്ക് കാര്യമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാവും സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട്. ഇവിടെ നമുക്ക് 4-ാം ഭാവത്തിൽ ചൊവ്വ പ്രതികൂലമാണ്. അപ്പോൾ ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് തുലാം രാശിക്ക് ഈ ദിവസങ്ങളിൽ അനുകൂലമാണ്. ദിവസങ്ങൾ 6 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട്, സൂര്യൻ ഉൾപ്പെടെ പല ഗ്രഹങ്ങളും ഗുണദോഷ സമ്മിശ്രമായിട്ടും വരുന്നു. സൂര്യൻ 13-ാം തീയതി ബെറ്റർ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ വരികയാണ്. ഇവർക്ക് ഭാഗ്യപരീക്ഷങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട്. ഇവർ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയ സാധ്യത നിലനിൽക്കുന്നു. സാങ്കേതിക മികവുകൊണ്ട് ഇവർക്ക് നേട്ടമുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ബന്ധങ്ങൾ ഊഷ്മളമാവും. ഭൗതിക സുഖങ്ങൾ, സർവവിധ സൗഭാഗ്യം ഇവയൊക്കെ പ്രതീക്ഷിക്കാം. തുലാം രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. ഇനി വൃശ്ചികം രാശി. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് 3-ാം ഭാവത്തിൽ നിന്ന് 4-ാം ഭാവത്തിലേക്കാണ് സൂര്യൻ മാറുന്നത്. അത്ര ഗുണകരമല്ല. 12-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. ഇവർക്ക് വ്യാഴം പ്രതികൂലമാണ്. അപ്പോൾ വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. പിന്നെ ചൊവ്വ അനുകൂലമായിട്ട് തുടരുന്നു. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭൗതിക സുഖങ്ങൾ ഇവയൊക്കെ ലഭിക്കും. ചൊവ്വ കൊണ്ട് ഇവർക്ക് നേട്ടം ഉണ്ടാകുന്നെന്ന് പറയുമ്പോൾ ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങൾ. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ പാദം. ധനുരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ശനിയാഴ്ച ഇവർ ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട്. ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭൗതിക സുഖങ്ങൾ, സർവവിധ സൗഭാഗ്യം. പൊതുവെ ധനുരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി മകരം, കുംഭം രാശികൾ. മകരം എന്ന് പറയുമ്പോൾ ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. കുംഭൻ രാശി എന്ന് പറയുമ്പോൾ അവിട്ടം അവസാന 2 പാദം, ചതയം, പൂരുട്ടാതി ആദ്യ 3 പാദം. കുംഭൻ രാശിക്കും മകരം രാശിക്കും പ്രതികൂലമാണ് ദിവസങ്ങൾ. മകരം രാശിക്ക് അനുകൂലമല്ല സൂര്യൻ്റെ മാറ്റം. കുംഭൻ രാശിക്കും അനുകൂലമല്ല സൂര്യൻ്റെ മാറ്റം. അപ്പോൾ ശാരീരിക അസ്വസ്ഥതകൾ ഒക്കെ ഉണ്ടാവാം. എങ്കിലും ഇവർക്ക് മകരം രാശിക്ക് ശനി അനുകൂലം, കുംഭൻ രാശിക്ക് വ്യാഴം അനുകൂലം. അപ്പോൾ ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ 2 രാശിക്കും അല്പം ദോഷാധിക്യമുണ്ട്.
മകരം രാശിക്കാർ ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. കുംഭൻ രാശിക്കാർ ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർ രണ്ട് കൂട്ടരും പറ്റുമെങ്കിൽ എല്ലാ രാശിക്കാരും എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. പൊതുവെ മകരം, കുംഭൻ രാശികൾക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. കഴിവതും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവർ മറ്റ് ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കുക. ഇനി മീനം രാശി, പൂരുരുട്ടാതി അവസാന പാദം, ഉത്തരട്ടാതി രേവതി, ഇവർക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. സൂര്യൻ ഇവർക്ക് പ്രതികൂലമായിട്ട് വരുന്നു 13-14 തീയതികളിൽ. അപ്പോൾ പ്രധാനപ്പെട്ട തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ 12-ാം തീയതി ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച, വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവ്, ബന്ധങ്ങൾ ഊഷ്മളമാവും. ഇവർ ബുധനാഴ്ച ശ്രീകൃഷ്ണന്, ഞായറാഴ്ച ശിവന് വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും ശിവനും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. മീനം രാശിക്ക് ജന്മശനി തുടരുകയാണ്. അപ്പോൾ എല്ലാ രാശിക്കാരും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും എല്ലാ ദിവസവും ദർശനം നടത്തുക. വെളിച്ചം ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.